SDP വോട്ട് സ്വീകരിക്കുന്നത് അവരെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എന്നാണ് മുതിർന്ന CPI നേതാവ് AK ബാലൻ പറഞ്ഞത്. എല്ലാ വർഗീയ ശക്തികളുടെയും കാര്യത്തിൽ ഇതാണ് നിലപാട്. വർഗീയ സംഘടനകളുടെ ആശയത്തെ പാർട്ടി എതിർക്കും. എന്നാൽ ആ സംഘടനകൾക്ക് പിന്നിൽ അണിനിരക്കുന്നവരുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല. ആശയങ്ങളിൽ മാറ്റം വരുത്തി അവർ വരുന്നതിനെ എന്തിനാണ് എതിർക്കുന്നത് എന്നുകൂടി AK ബാലൻ ചോദിച്ചു. SDP പിന്തുണയെ ന്യായീകരിക്കാൻ CPIM പാടുപെടുന്നതിനിടെയായിരുന്നു AK ബാലന്റെ ഈ വിശദീകരണം. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി മീറ്റ് ദ ലീഡറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ കിരണിലേക്ക് തിരികെ എത്തുന്നതിന് മുമ്പ് അതുകൂടി ഒന്ന് കേൾക്കാം. മതന്യൂനപക്ഷങ്ങളിൽ ഒരു വല്ലാത്ത ഇമേജാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത്. തലശ്ശേരി സംഭവം നടക്കുമ്പോൾ പേടിച്ചിട്ട് കക്കൂസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാത്ത നേതാക്കന്മാരാ കോൺഗ്രസിന്റെ. വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്നും SDP വോട്ട് വേണ്ട എന്നും പറയണം. അത് പറയുന്നില്ല. വോട്ട് വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് തമ്മിൽ രണ്ടും രണ്ടാണ്. നിങ്ങളൊരു വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ആരെങ്കിലും വോട്ട് തരും, നിന്റെ വോട്ട് വേണ്ടെന്ന് എങ്ങനെയാ പറയുക? നിങ്ങളിപ്പോ സംഘടനയുടെ വോട്ട് വേണ്ടെന്നാണ് പറയുന്നത്. സംഘടനയുടെ വോട്ട് വേണ്ടെന്ന് പറയാം. ഞങ്ങളിപ്പോ വീടുകളിലേക്കായിരുന്നു. ആ വീടുകളിൽ കയറുമ്പോൾ ലീഗിന്റെ വീടുണ്ടാവും, BJPന്റെ വീടുണ്ടാവും, SDPന്റെ വീടുണ്ടാവും, ജമാഅത്തിന്റെ വീടുണ്ടാവും. ആ വീടിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് രാഷ്ട്രീയ നിലപാടല്ലേ? രാഷ്ട്രീയ നിലപാടിന്റെ മതനിരപേക്ഷ സംഘടനകൾ മതി ഞങ്ങളോടൊപ്പം. ഞങ്ങളെ അവർ സ്വീകരിച്ചാൽ മതി. മുന്നണിയിൽ അത് മതി. പക്ഷെ വോട്ട് എല്ലാവരുടെ ഇതും പോകണം. മുന്നണി രണ്ടും പോകും. മുന്നണിയിൽ ഘടകകക്ഷി എന്നുള്ള നിലയിൽ വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ടയില്ല. എന്നാൽ ഈ സംഘടനകളിലെല്ലാം അണിനിരന്നിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ ബോധമുള്ള ജനങ്ങളുണ്ട്. ആ ജനങ്ങളെ തള്ളാൻ ഞങ്ങൾക്ക്. അപ്പോൾ RSSന്റെയും SDP-യുടെയും PDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ സംഘടനകളെ ഞങ്ങൾ എതിർക്കും. അല്ല, സംഘടനയെ എതിർക്കുന്നതോടൊപ്പം തന്നെ ആ സംഘടന ഉയർത്തുന്ന ആശയത്തോടൊപ്പമുള്ള ജനങ്ങളെ, വോട്ടർമാർ, അവരെയും ഞങ്ങൾ എതിർക്കും. എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മാനസാന്തരം വരുത്തുന്നതിനും മതനിരപേക്ഷ ബോധം മനസ്സിലേക്ക് എത്തിക്കുന്നതിനും നിരന്തരമായിട്ട് ഞങ്ങൾ ഇടപെടും. അവരെ ഒഴിവാക്കിക്കൊണ്ടല്ല, അവരുമായി സഹകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള ആശയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആശയം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ സംവേദിച്ചു കൊണ്ടേയിരിക്കും. യെസ്, അതേസമയം AK ബാലനെ പരിഹസിച്ചുകൊണ്ട് MK മുന്നിൽ രംഗത്തെത്തി. CPIM തൊടുന്നത് അമ്പലപ്പുഴ പാൽപ്പായസവും മറ്റുള്ളവർ അത് തൊട്ടാൽ പാവയ്ക്കാ നീരായും മാറും എന്നാണ് പരിഹാസം. SDP പിന്തുണ വാങ്ങിയതിൽ അവരെ നന്നാക്കാനാണ് എന്ന AK ബാലന്റെ പരാമർശത്തോടായിരുന്നു മുനീറിന്റെ പ്രതികരണം. AK ബാലൻ പറഞ്ഞിട്ടുള്ളത് SDP പിന്തുണ വാങ്ങുന്നത് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു നല്ല പാർട്ടിയാണെന്ന് ആലോചിച്ചു. ഇവർ നന്നാക്കിയതാണല്ലോ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ. നന്നായില്ലേ ഇവർ നന്നാക്കിയിട്ട് പിന്നെ അവരിൽ നിന്ന് മാറിയപ്പോഴേക്കും പിന്നെയും മോശമായി പോയി. ഇപ്പം ഇനി SDP കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകളെയും വെളുപ്പിക്കുക എന്നുള്ളൊരു ചുമതലയാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ തൊടുന്ന ആളുകൾ മുഴുവൻ അമ്പലപ്പുഴ പാൽപ്പായസമാണ്. നമ്മൾ തൊട്ടാൽ കയ്പയും പാവയ്ക്കാൻ നീരാവുകയും ചെയ്യും. യെസ്, വികസന വിഷയങ്ങളിൽ വെല്ലുവിളികൾ തുടരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ചർച്ചകളും സംവാദങ്ങളും നടക്കട്ടെ എന്ന് രാഷ്ട്രീയ മുന്നണികൾ പരസ്പരം പോർവിളിച്ചിരുന്നു. പക്ഷേ അത്തരം ചർച്ചകളൊന്നും എവിടെയും ഇരുന്ന് ചർച്ച ചെയ്ത ഒരു പരിസരം നമ്മൾ കാണുന്നില്ല. കിരണിത, ഇത്തരം വിഷയങ്ങൾ, അതായത് SDP വളരെ കൗതുകകരമാണ് CPIMന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. കാരണം 2024 മുഖ്യമന്ത്രിയോട് വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ SDP വോട്ട് മാറ്റി നിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും, ഒരു മടിയുമില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോഴിതാ SDP നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് CPIM എന്നതാണ് കൗതുകകരം. ഇതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ മാറി മറിഞ്ഞ് കേൾക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഈ ചർച്ചകൾ വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ആകുന്ന സാഹചര്യം ആണല്ലോ ഇപ്പോഴുമുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഈ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് വിഷയങ്ങൾ പോകുന്നില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്.
അഭിലാഷേ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നേരത്തെ അങ്ങനെ പറയാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ വിജയം ഉറപ്പാകാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. UDF-ഉം സമാനമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് SDP പിന്തുണ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറയുകയും SDP-ക്കാർ അവസാനം ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ല പിന്തുണ നൽകുന്നത്, ഞങ്ങൾ ആർക്ക് പിന്തുണ നൽകണം എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് എന്ന മട്ടിലൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഒഴിയുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് മുന്നണികൾക്കും അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ SDP വോട്ട് വേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ വോട്ട് വേണ്ട, ഞങ്ങൾ ജയിച്ചുകൊള്ളാം എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായും രണ്ട് മുന്നണികൾക്കും ഇല്ല എന്ന്. അതാണ് ഒരു പ്രായോഗികമായി നമ്മൾ നോക്കിയാൽ ഈ രണ്ട് മുന്നണികളും നേരത്തെ വേണ്ട എന്നുള്ള നിലപാടും രണ്ടുപേരും ഈ പാർട്ടികളുമായിട്ടൊക്കെ സഖ്യവും അല്ലെങ്കിൽ ഈ പാർട്ടികളുമായ അനൗപചാരികമായ ധാരണകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുന്നണികൾ തന്നെയാണ്. അതിൽ ഏതെങ്കിലും ഒരു മുന്നണി ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്ത മുന്നണി എന്ന് പറയാൻ കഴിയില്ല. രണ്ടുപേരും ഏറെയും കുറഞ്ഞുമൊക്കെ പല കാലങ്ങളിലും ഇത്തരം ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അത്തരം ഒരു ആത്മവിശ്വാസമില്ല. നിങ്ങളുടെ വോട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചുകൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാലും ജയിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ആ പിന്തുണ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം രണ്ട് മുന്നണികൾക്കും ഇല്ല എന്നാണ് പ്രായോഗിക രാഷ്ട്രീയം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്ന്. ചില മണ്ഡലങ്ങളിലെങ്കിലും SDP-യുടെ വോട്ട് LDF-നായാലും UDF-നായാലും നിർണായകമാണ്. ഇപ്പോൾ നേമത്ത് SDP-യുടെ വോട്ട് LDF-നെ സംബന്ധിച്ച് നിർണായകമാണ്. അത് V. ശിവൻകുട്ടി അടക്കം അക്കാര്യത്തിൽ അദ്ദേഹം അത്ര ചർച്ച നടത്തിയതിനോ അല്ലെങ്കിൽ അവരുടെ വോട്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അത്ര നിലപാട് സ്വീകരിക്കുന്നു. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെ ഇടപെട്ടാണ് മഞ്ചേശ്വരത്ത് SDP സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചത് എന്ന് SDP-ക്കാർ തന്നെ പറയുന്നു. അവരത് മുസ്ലിം ലീഗുകാർ അത് നിഷേധിക്കുന്നില്ല. അപ്പോൾ ഏറെയും കുറഞ്ഞും അത്തരം ചില ബന്ധങ്ങളൊക്കെ രണ്ട് മുന്നണികളും സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ട് മുന്നണികളിലെ ഇപ്പോഴത്തെ വിഷയം ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ എവിടെയോ കുറവുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ ഇപ്പോൾ ഈ AK ബാലനൊക്കെ പറഞ്ഞതുപോലെ ഒരു ന്യായീകരണത്തിൻ്റെ ഒക്കെ അങ്ങേ അറ്റം എന്ന് വേണമെങ്കിൽ പറയാം. SDP-ക്കാർ വോട്ട് വാങ്ങി SDP-ക്കാരെ മാനസാന്തരപ്പെടുത്താം എന്നൊക്കെയുള്ള സൈദ്ധാന്തിക ന്യായമൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യം എന്താണ്? വളരെ സിമ്പിൾ ഉത്തരവാണ്. വോട്ട് വേണോ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഇല്ല എന്നത് മാത്രമാണ് അതിനർത്ഥം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ന്യായീകരണങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. UDF-ന്റെ ഭാഗത്തെടുത്താലും അത് തന്നെയാണ്. അല്പമെങ്കിലും കടുപ്പത്തിൽ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. പക്ഷേ ഇതേ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാലത്ത് SDP വോട്ട് വേണ്ട എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ ഈ കുറി അദ്ദേഹവും അത് പറയുന്നില്ല. KC വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ, അല്ലെങ്കിൽ ഇപ്പുറത്തെ MA ബേബിയെ പോലുള്ള നേതാക്കളൊക്കെ അവരെല്ലാവരും ഇങ്ങനെ ഒരു കൃത്യം യെസ് ഓർ നോ ആൻസർ പറയാതെ അതിനെ പലതരത്തിൽ ന്യായീകരിച്ച് അല്ലെങ്കിൽ ആ ഉത്തരത്തിൽ നിന്ന് ഫലപ്രദമായി വഴുതി മാറുന്നു. മുഖ്യമന്ത്രിയാണെങ്കിൽ അത് ചോദിക്കുമ്പോൾ ചുരുതനാവുന്നു. അങ്ങനെ ആ തരത്തിലേക്കൊക്കെ മാറുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർ ആത്മവിശ്വാസത്തോടുകൂടി ഒരു നിലപാട് രണ്ട് മുന്നണികൾക്കും സ്വീകരിക്കാൻ കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പ് കളം എത്രത്തോളം ടൈറ്റാണ്, എത്രത്തോളം ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. നമുക്ക് അങ്ങനെയാണ് അതിനെ തീർച്ചയായും അതാണ്. അതായത് ഇരു മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ്. അതായത് കൃത്യമായ ഒരു മേൽക്കൈ ഉണ്ടെങ്കിൽ ഈ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട. കാരണം കിരൺ ബാബു തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ ചാനലിൽ ഉൾപ്പെടെ SDP-ക്ക് കേരളത്തിൽ ആകെ എത്ര വോട്ടുണ്ട്, അവരുടെ വോട്ട് കപ്പാസിറ്റി എത്രയാണ് എന്നതൊക്കെ നമ്മൾ പരിശോധിച്ചതാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാം വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ SDP-ക്കുള്ളൂ. അപ്പോൾ ആ വോട്ടുകൾ ഇല്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന തരത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഇടതു വലത് മുന്നണികൾക്ക് സാധിക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ. ഒപ്പം കിരൺ, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത് വികസന വിഷയങ്ങൾ, അതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷി. അതിലിപ്പോൾ വയനാടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് വയനാട്ടിലെ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് ഈ ഉദ്ഘാടനം ചെയ്തത് എന്ന വാദമുണ്ട്. അപ്പോഴും ഈ പുനരധിവാസത്തിൽ കൃത്യമായ ഇടം ലഭിക്കാത്തവർക്ക് മാസവാടക ചെലവൊക്കെ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ നമ്മൾ പോസിറ്റീവായി കാണുകയും വേണം. എന്നാലിതാ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.